ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള ചക്കരച്ചോറിൻ്റെ റെസിപ്പിയാണ്. വരാത്ത ദിവസത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ചക്കരച്ചോറ് അല്ലെങ്കിൽ പാച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചക്കരച്ചോറ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് കേട്ടോ ഈ പച്ചരി എടുക്കുന്നത്. അതൊരു ബോളിലേക്ക് മാറ്റാം. കൂടെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് 2-3 വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കാവുന്നതാണ്. നമ്മുടെ അരി 2-3 വെള്ളത്തിൽ നന്നായിട്ട് ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതൊരു കുക്കറിലേക്ക് നമുക്ക് എടുക്കാം. അരി അളന്ന അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് നമുക്ക് ഏലക്ക പൊടിച്ചതാണ്. ഞാനിപ്പോൾ ഒരു 3 ഏലക്ക നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു മാത്രം ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി. ഇനി ഒരു 2 പിഞ്ച് അളവിൽ മാത്രം ഉപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ കൂടുതൽ ഇത് വെക്കേണ്ട ആവശ്യമില്ല. പച്ചരിയാണ്, വളരെ വേഗത്തിൽ ഇത് വെന്ത് കിട്ടും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിലേട്ടോ. മീഡിയം വെച്ചാൽ നല്ല ഫ്ലെയിം വരരുത്. മീഡിയത്തിനും ലോക്കും ഇടയ്ക്കുള്ള ലൈറ്റായിട്ടുള്ള ഫ്ലെയിമിൽ വേണം നമ്മളതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. എന്നാൽ ശരി, ഇത് കുറച്ച് നേരം ഇരുന്ന് ഒരു വിസിലൊന്ന് വരട്ടെ. ഇപ്പോൾ ഇതിലെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉടൻ തന്നെ ഇത് തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ പ്രഷർ കംപ്ലീറ്റ് പോകട്ടെ, അതിനുശേഷം മാത്രം നമുക്കിതൊന്ന് തുറക്കാം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാവുന്നതാണ്. നല്ലതുപോലെ സോഫ്റ്റായിട്ട് നമ്മുടെ ചോറിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ശർക്കര പാനി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ശർക്കര എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് 250 ഗ്രാം വരെ എടുക്കാം. ഞാനിപ്പോൾ 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ചേർക്കാം. ഇതിനോടൊപ്പം ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ശർക്കര ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ശർക്കരയിൽ അത്യാവശ്യം കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഒന്ന് അരിച്ച് വേണം നമ്മുടെ ചോറിലേക്ക് ചേർക്കാനായിട്ട്. കൂടെ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങയാണ്. 1 മുറി തേങ്ങയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ എടുക്കരുത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മാത്രം ചെറിയ ജീരകം കൂടി പൊടിച്ചത് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചോറൊന്നും ഒട്ടും തന്നെ അടുക്കി പിടിക്കാതെ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശർക്കരയുടെ കളറിനനുസരിച്ചിട്ട് നമ്മുടെ ഈ പാച്ചോറിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെള്ള ശർക്കരയാണ്. അതിൻ്റെ പേരിലാണ് ഈ ലൈറ്റ് ആയിട്ടുള്ള കളറുള്ളത്. അതല്ല നമ്മൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാച്ചോറിൻ്റെ കളറും കുറച്ചുകൂടി ഇരുന്ന് ഡാർക്കായിട്ട് മാറും. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് താളിച്ച് ചേർക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ചെറിയുള്ളി ഒന്ന് വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ചെറിയുള്ളിയുടെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ചെറിയുള്ളി ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ചെറുള്ളിയൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാവുന്നതാണ്. ഒരു 10-12 അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇനി നമ്മുടെ ഈ അണ്ടിപ്പരിപ്പിൻ്റെ കളർ ലൈറ്റായിട്ട് മാറുന്നതുവരെയും ഒന്ന് വറുത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. നേരെ തന്നെ നമ്മുടെ ഈ പാച്ചോറിലേക്ക് ഇത് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ താളിച്ചതും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ രീതിക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാച്ചോറ് അഥവാ ചക്കരച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൈഡിലൊക്കെ പാച്ചോറെന്നായിട്ടോ ഇത് കൂടുതലും പറയുന്നത്. ഇത് ഉടൻ തന്നെ സെർവ് ചെയ്യുന്നതിനേക്കാളും 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് സെർവ് ചെയ്യുന്നതിനാട്ടോ കൂടുതൽ രുചികരം. ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊരു ചക്കരച്ചോറ് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.